പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ അധിക്ഷേപ വീഡിയോ കേസിൽ നിയമ നടപടികൾ നേരിടുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റും ആക്ടിവിസ്റ്റുമായ ജാൻമണി ദാസ് രംഗത്ത്. കേസിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ പ്രതികാരമുണ്ടെന്ന് ആരോപിച്ച ജാൻമണി സംഭവത്തിൽ പൊതുസമൂഹത്തോട് പരസ്യമായി മാപ്പ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന കേസിലെ നടപടികൾ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ ഭാഗമാണെന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റുമായ ജാൻമണി ദാസ് ആരോപിച്ചു. CJP സമരത്തിൽ പങ്കെടുത്തതിന്റെ വിരോധത്തിലാണ് തനിക്കെതിരെ കേസെടുത്തതെന്ന് വ്യക്തമാക്കിയ അവർ അത്തരം പരാമർശങ്ങൾ തന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ലായിരുന്നുവെന്ന് സമ്മതിക്കുകയും പൊതുസമൂഹത്തോട് പരസ്യമായി ക്ഷമ ചോദിക്കുകയും ചെയ്തു. ഒരു ഹിന്ദി വീഡിയോയുടെ മലയാളം പതിപ്പ് തയ്യാറാക്കിയപ്പോൾ സംഭവിച്ച പിഴയാണെന്നും തനിക്കറിയാവുന്ന മലയാളത്തിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചതെന്നും അവർ വ്യക്തമാക്കി. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് നവ്യ ഹരിദാസ് നൽകിയ പരാതിയെ തുടർന്ന് കോഴിക്കോട് സിറ്റി സൈബർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആസാം സ്വദേശിയും നിലവിൽ എറണാകുളത്ത് താമസക്കാരിയുമായ ജാൻമണി ദാസിനെയും മറ്റു 2 പേരെയും ചോദ്യം ചെയ്ത ശേഷം നോട്ടീസ് നൽകി സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. അധിക്ഷേപകരമായ വീഡിയോ ചിത്രീകരിച്ച തിരുവമ്പാടി സ്വദേശി KS അബിൻ, അത് യൂട്യൂബ് ചാനൽ വഴി പ്രചരിപ്പിച്ച പാലക്കാട് കരിമ്പ സ്വദേശി സജിത് എന്നിവരാണ് കേസിലെ മറ്റ് പ്രതികൾ. സമൂഹത്തിൽ ചേരിതിരിവും ലഹളയും ഉണ്ടാക്കാനും സമാധാന അന്തരീക്ഷം തകർക്കാനും ഉദ്ദേശിച്ച അപകീർത്തിപരമായ വീഡിയോ പ്രചരിപ്പിച്ചു എന്ന കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സൈബർ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ T മോഹന്റെ നേതൃത്വത്തിലാണ് ഈ കേസിന്റെ തുടർ നടപടികളും ചോദ്യം ചെയ്യലുകളും നടന്നത്.